ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ മേടിക്കാൻ പോയതാണ് കേട്ടോ. ചെടിച്ചട്ടികൾ മാത്രമല്ല, കുറച്ച് ചെടികൾ മേടിക്കണമായിരുന്നു. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അമ്മ വീട്ടിലെ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടി ഗ്രോ ബാഗ് മേടിക്കുന്ന നേരെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ 3 പേര് എങ്ങനെ ഇരിക്കുക ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കവിളിലൊക്കെ നൈസായിട്ടൊന്ന് തലോടിയിട്ട് ഞാൻ ഇങ്ങനെ പോയി. മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ ശ്രീബുദ്ധനാ. അപ്പോൾ ഈ അമ്മതായി സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് കേട്ടോ. ഗ്രോ ബാഗ്, അപ്പോൾ പച്ചക്കറി നടാണ്ട ഗ്രോ ബാഗാണിത്. ഇതാണ്ട് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ നടാനുള്ളത്, കണ്ടില്ലേ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല സാധനങ്ങളൊക്കെ നല്ല നീറ്റ്നെസ്സിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗ്രോ ബാഗും വേണമായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ചെടിച്ചട്ടിയും വാങ്ങിക്കണമായിരുന്നു. കുറേ നാളുകൊണ്ട് വിചാരിക്കണതാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഇനി ഓണമൊക്കെ വരെയല്ലേ. അപ്പോൾ അങ്ങനെ അമ്മ സാധനമൊക്കെ മേടിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണമൊക്കെ വരണോണ്ട് വീട്ടിൻ്റെ മുറ്റത്തൊരു പൂന്തോട്ടം തന്നെ സെറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ട് വരാം. വീട്ടിൻ്റെ പൂന്തോട്ടം കുറച്ചുകൂടെ മനോഹരമാക്കാനാണ് ഞങ്ങൾ കുറച്ച് ചെടികൾ മേടിക്കാനൊക്കെ വന്നത് കേട്ടോ. പൂക്കളുള്ള ചെടികളാണ് മേടിക്കാൻ വന്നത് കേട്ടോ. അതായത് റോസാപ്പൂ പോലെ നല്ല നിറച്ച് കായ്ക്കുന്നത്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനത്തെ പൂക്കളൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പൂക്കളില്ലാതെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ചെടികൾ മാത്രമല്ല, വേറെ പൂക്കളൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ വീഡിയോയിൽ ക്ലാരിറ്റി കുറവെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ്, നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അതാണ് വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവ്. പിന്നെ അവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മുല്ലത്തൈകൾ കേട്ടോ. അതിൽ നിൽക്കുന്നത് തന്നെ മൊട്ടുകളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഞാനും അമ്മയും വാങ്ങിക്കാൻ നിന്നില്ല. അത് പെട്ടെന്നൊന്നും കായ്ക്കുകയൊന്നുമില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ഈ കാണുന്ന ഫ്ലവർ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരറിയാമെന്നുള്ളവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. പിന്നെ കുറേ മുളക് തൈകൾ, അതിൽ നിറച്ച് മുളകും ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല, വീട്ടിൽ ഇഷ്ടംപോലെ മുളക് നട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. കിട്ടിയ സമയം കൊണ്ട് ഞാൻ മാക്സിമം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാരിറ്റി കുറവെന്ന് പറഞ്ഞാൽ ഉച്ച സമയത്താണ് കേട്ടോ. ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. പിന്നെ ഇതാണ്ട് താമര കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരു തൈക്ക് 300 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 മുരിങ്ങയ്ക്ക തൈ മേടിക്കണമായിരുന്നു കേട്ടോ. അതായത് ഒരു 8 മാസം ആ കണക്കിനൊക്കെ കായ്ക്കുന്ന മുരിങ്ങ തൈയാണ് കേട്ടോ. അപ്പോൾ 2 മുരിങ്ങ തൈയൊക്കെ മേടിച്ചു കേട്ടോ. അതായത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്, ഒരു 8-10 മാസത്തിനകം വെച്ച് കായ്ക്കുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കയറി നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ദാണ്ട് നമ്മുടെ നാടൻ പപ്പയ്ക്ക, അതായത് ഹൈറ്റ് ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഇരിക്കുന്നത്. അതൊരു മുള്ള് പോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ, കള്ളിമുള്ള് പോലത്തെ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മുരിങ്ങയ്ക്ക തൈ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ മേടിച്ചായിരുന്നു. പിന്നെ പൂക്കളില്ലാത്ത ഒരു ആഡംബരമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ റോസ പോലെ നല്ല രീതിയിൽ കായ്ക്കുന്ന ചെടികളൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനത്തെ ചെടികളൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഈ വീഡിയോസ് എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ നേഴ്സറിയിൽ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. പിന്നെ ഇതിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ചെടികളുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ചെടികളുടെ പേര്. ഇത് ഓർക്കിഡ് ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് തോന്നുന്നു, ആന്തൂറിയം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഇത് ചെറിയ തൈകളാണ് കേട്ടോ. അത് പച്ചക്കറിയുടെ തൈകളാണ്. ഇത് തക്കാളിയുടെ തൈയാണ് കേട്ടോ. ഞങ്ങൾ തക്കാളിയുടെ തൈ മേടിച്ചായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഒരെണ്ണമാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. തുച്ഛമായ വിലയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ, അതായത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ അന്വേഷിച്ച് കിടക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അത് കിട്ടിയത്. പിന്നെ 2 മുരിങ്ങത്തൈയൊക്കെ മേടിച്ചായിരുന്നു. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. മമ്മി ഞാനാ
പൂക്കളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ചെടിച്ചട്ടിയൊക്കെ മേടിച്ച കടയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞ് പിന്നെ ഒരു 5-6 ചെടിച്ചട്ടിയുടെ മേടിക്കാമെന്ന്. അത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ മേടിച്ചല്ലോ, അപ്പോൾ അതൊക്കെ നടാൻ വേണ്ടി കണക്കിനായിട്ട് 2-3 ചട്ടികളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു, അമ്മയ്ക്കും കൂടെ കൊടുത്തു കേട്ടോ. അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.